അപ്പോൾ ശരി, പേജ് നമ്പർ എത്രയാ മക്കളെ? 147. പേജ് നമ്പർ 147. പേജ് നമ്പർ 147 ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാ? ദ ഓൾഡസ്റ്റ് ലോ കോഡ് ഇൻ ഇന്ത്യ ഏതാണ്? മനുസ്മൃതി. മനുസ്മൃതി. മനുസ്മൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? മനുസ്മൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, മനുസ്മൃതിയിൽ ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഇല്ല. ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമമുള്ളത്. സ്ത്രീകൾക്കൊരു നിയമം, പുരുഷന് വേറെ നിയമം. ബ്രാഹ്മണനൊരു നിയമം, ക്ഷത്രിയനൊരു നിയമം, വൈശ്യനൊരു നിയമം, ശൂദ്രനൊരു നിയമം, പിന്നെ ആരാണ്? ചണ്ടാളർക്കൊരു നിയമം, പഞ്ചമർക്കൊരു നിയമം. ആ രീതിയിൽ ജാതി ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ നിയമം നിർമ്മിച്ച് നടപ്പാക്കിയ ഒരു നിയമപുസ്തകമായിട്ടാണ് മനുസ്മൃതിയെ അറിയപ്പെടുന്നത്. എങ്കിലും ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാവരും പറയുന്നത് ദ ഓൾഡസ്റ്റ് ലോ ഇൻ ഇന്ത്യ ഈസ് മനുസ്മൃതി എന്നാണ്. അത് നിങ്ങൾ പരീക്ഷയ്ക്ക് അങ്ങനെ പഠിക്കണം. പക്ഷേ ഐ കനോട്ട് അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, ഇക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് അത് നിയമമാണെന്ന് പറയാൻ പറ്റത്തില്ല. യെസ്, അടുത്തത് 96. ഇഗ്നോറൻസ് ഓഫ് ദ ലോ എക്സ്ക്യൂസസ് നോ മാൻ. Not that all men know the law, but because it is an excuse every man will plead. എന്തെങ്കിലും മനസ്സിലായോ? Ignorance of law excusable അല്ല. എക്സ്ക്യൂസബിൾ അല്ല. നോട്ട് ദാറ്റ് ഓൾ മെൻ നോസ് ദ ലോ. പക്ഷേ എല്ലാ മനുഷ്യരും നിയമം പഠിച്ചവരുമല്ല. ആണോ? അല്ല. പക്ഷേ നിയമം അറിയില്ല എന്ന കാര്യം ഒരു എക്സ്ക്യൂസായിട്ട് അവതരിപ്പിച്ചാൽ എനിക്ക് നിയമം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും രക്ഷപ്പെടും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം ആരാ അങ്ങനെ പറഞ്ഞേ? ജോൺ സെൽഡൻ. ബി. ഇത് ഇന്ത്യക്കാരനായിരിക്കുമോ ജോൺ സെൽഡൻ? അല്ലെന്ന് തോന്നുന്നു അല്ലേ? ബ്രിട്ടീഷുകാരനായിരിക്കാനാണ് സാധ്യത. കാര്യം എന്താണെന്നറിയാമോ? നിയമവും ഇക്വാളിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്തത് എവിടെയാണ്? ഇന്ത്യക്ക് പുറത്താണ്. ഇന്ത്യയിലൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. കടം കൊണ്ടതാണ് നമ്മൾ പലയിടത്തും. അടുത്തത്, ജസ്റ്റിസ് മസ്റ്റ് നോട്ട് ഓൺലി ബി ഡൺ. നിയമം നടപ്പാക്കിയാൽ മാത്രം പോരാ. ആൻഡ് മേ ഐ ആഡ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ബീയിങ് ഡൺ. അത് നടപ്പാക്കിയതുപോലെ തോന്നുകയും വേണം. ഹൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദിസ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ മക്കളെ? എന്തോ പറഞ്ഞേക്കുന്നേ? നിയമം നടപ്പിലാക്കിയെന്ന് തോന്നുകയും വേണം. യെസ്, ജസ്റ്റിസ് മസ്റ്റ് നോട്ട് ഓൺലി ബി ഡൺ, കോമ വേണം കേട്ടോ, ബട്ട് ഓൾസോ അപ്പിയേഴ്സ് ടു ബി ഡൺ ആൻഡ് മേ ഐ ആഡ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ബീയിങ് ഡൺ. ഹൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദിസ്? ആരാണ്? ഹെൻറി സെസിൽ. ഹെൻറി സെസിൽ. അടുത്ത്, ഡെത്ത് സെൻറ്റൻസ് പ്രൊനൗൺസ്ഡ് ബൈ എ ലോവർ കോർട്ട്. ഒരു ലോവർ കോടതി ഡെത്ത് സെൻറ്റൻസ് പ്രൊനൗൺസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഹൈക്കോടതി കൺഫേം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് അപ്പീൽ അല്ലേ? മസ്റ്റ് ബി കൺഫേംഡ് ബൈ ദ ഹൈക്കോർട്ട്. അങ്ങനെ ഹൈക്കോടതി കൺഫേം ചെയ്താൽ 30 മിനിറ്റ്
സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ വക്കീലിനെ കേൾക്കണം. അതും ഓട്ടോമാറ്റിക് അപ്പീലാണ്. ലിറ്റിഗേഷൻ ഈസ് എ ഗെയിം ഇൻ വിച്ച് ദ കോർട്ട് ഈസ് അമ്പയർ. ഹൂ സെഡ് ദീസ് വേർഡ്സ്? ആരാണ് പറഞ്ഞത്? Pollock. യെസ്, പോളോക്ക് അല്ലേ? അല്ലേ മക്കളെ? ആ യെസ്. മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടി പറയാ സാർ. ലിറ്റിഗേഷൻ ഈസ് ദ ഗെയിം. വ്യവഹാരം, കേസ് നടത്തിപ്പ് എന്ന് പറഞ്ഞ ഒരു കളിയാണ്. കോടതി അമ്പയർ ആകുന്നു. ലിറ്റിഗേഷൻ ഈസ് എ ഗെയിം ഇൻ വിച്ച് ദ കോർട്ട് ഈസ് ആൻ അമ്പയർ. ഓക്കെ, ആ മനസ്സിലായോ? ആ സാർ. അപ്പോൾ 2, 4, 5 എണ്ണം ഒന്ന് വായിച്ചേ രണ്ടുപേരും. അഖിലമോൾ ആദ്യം വായിച്ചേ. 95. Oldest law code in India, Manusmriti. 96. Ignorance of the law excuses no man. Not that all men know the law, but because it is an excuse every man will plead. Who words are this? John Selden. 97. Justice must not be done, but also appearance to be done. And may I add, must be paid for being done. Whose statement is this? Henry Cecil. 98. Death sentence pronounced by a lower court must be confirmed by high court. 99. Litigation is a game in which the court is umpire. Who said these words? Pollock. 95. Oldest law code in India, Manusmriti. 96. Ignorance of the law excuses no man. Not that all men know the law, but because it is an excuse every man will plead. Whose words are this? John Selden. Not only be done, but also appear to be done. And may I add, must be paid for being done. Whose statement is this? Henry Cecil. 98. Death sentence pronounced by a lower court must be confirmed by high court. 99. Litigation is a game in which the court is an umpire. Who said this word? Pollock. വായിച്ചോ? യെസ്. ഇനി 100th ക്വസ്റ്റ്യൻ. യെസ്. ലോ ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു 2 kinds. നിയമത്തിനെ പ്രധാനമായും 2 ആയി തരംതിരിക്കും. 2 kinds. Procedure law deals with procedures to be followed by the courts. പ്രൊസീജിയർ ലോ കൈകാര്യം ചെയ്യുന്നത് കോടതി നടപടികളെ കുറിച്ചാണ്. യെസ്. For obtaining justice while substantial law which. സബ്സ്റ്റാൻഷ്യൽ ലോ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇല്ല സാർ. ലോ ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു 2 kinds. കോമയുണ്ട് അവിടെ. നിയമം പ്രധാനമായും 2 ആയി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലായോ? യെസ്. പ്രൊസീജിയറൽ ലോ നടപടിക്രമങ്ങൾ പറയുന്ന നിയമം. പ്രൊസീജിയറൽ ലോ നടപടിക്രമങ്ങൾ പറയുന്ന നിയമം. ഡീൽസ് വിത്ത് അത് കൈകാര്യം ചെയ്യുന്നത് ദി പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ബൈ ദ കോർട്ട്. കോടതി എന്തെല്ലാം നടപടികൾ പിന്തുടരം എന്നാണ് പ്രൊസീജിയറൽ ലോ പറയുന്നത്. മനസ്സിലായോ? എന്തിനു വേണ്ടി? ഫോർ ഒബ്റ്റൈനിങ് ജസ്റ്റിസ്, നീതി ലഭിക്കുന്നതിന് വേണ്ടി, നീതി നടപ്പാക്കുന്നതിന് വേണ്ടി. വൈൽ എന്നാൽ സബ്സ്റ്റാൻഷ്യൽ ലോ വിച്ച്, സബ്സ്റ്റാൻഷ്യൽ ലോ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദ്യം. മക്കളെ ക്വസ്റ്റ്യൻ മനസ്സിലായോ?
യെസ്. അഞ്ജുഷ നമുക്ക് മനസ്സിലായോ? സാർ എനിക്ക് അവസാനത്തെ ഭാഗം ഒന്നുകൂടി പറഞ്ഞു. എവിടെ മുതലാ പറയണ്ടേ? Procedural law deals with the procedures to be. യെസ്. എന്താണ് നോക്കൂ. Procedure law deals with the procedure which the procedures to be followed by the courts. പ്രൊസീജിയർ ലോ പറയുന്നത് എന്താണ്? ദ പ്രൊസീജിയർ വിച്ച് ഫോളോസ്, നടപടിക്രമങ്ങൾ, വിച്ച് ടു ബി ഫോളോഡ്, പിന്തുടരേണ്ട നടപടിക്രമങ്ങൾ ബൈ ദ കോർട്ട്, കോടതി എന്തെല്ലാം നടപടിക്രമങ്ങൾ പിന്തുടരാം എന്നാണ് ആര് പറയുന്നത്? പ്രൊസീജിയർ ലോ പറയുന്നത്. മനസ്സിലായോ? കോടതി എന്തെല്ലാം നടപടിക്രമങ്ങൾ പിന്തുടരണം എന്നാണ് പ്രൊസീജിയർ ലോ പറയുന്നത്. ഫോർ ഒബ്റ്റൈനിങ് ജസ്റ്റിസ്, ഈ നടപടിക്രമങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. മനസ്സിലായോ? വൈൽ എന്നാൽ സബ്സ്റ്റാൻറ്റീവ് ലോ വിച്ച് ഡാഷ്, എന്ത് ഡാഷ്? സബ്സ്റ്റാൻഷ്യൽ ലോ എപ്പോഴും പറയുന്നത് അവകാശങ്ങളെക്കുറിച്ചും ഡ്യൂട്ടികളെക്കുറിച്ചും, അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും പറയുന്നത് ലോയാണ് ഏത്? സബ്സ്റ്റാൻറ്റീവ് ലോ. ഓക്കെ, സബ്സ്റ്റാൻറ്റീവ് ലോ. അപ്പോൾ IPC എന്ന് പറയുന്നത് സബ്സ്റ്റാൻറ്റീവ് ലോയും CRPC എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊസീജിയർ ലോയുമാണ്. പിടികിട്ടിയോ? യെസ്. അടുത്തത്, എ ലോക് അദാലത്ത് ഈസ് ഡിഫറൻസ് ഫ്രം ദി അതർ കോർട്ട്സ്. ഒരു ലോക് അദാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യെസ്. പീപ്പിൾസ് കോർട്ട് എന്ന് പറയുന്നത് ഡിഫർ ഫ്രം അതർ കോർട്ട്സ്, അത് മറ്റു കോടതിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. എങ്ങനെ വ്യത്യാസമായിരിക്കും? യെസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നോ അപ്പീൽ. ലോക് അദാലത്തിലെ തീരുമാനം ഇറ്റ് ഈസ് നോട്ട് അപ്പീലബിൾ, അങ്ങനെയും വരും ആൻസർ കേട്ടോ. ബിക്കോസ് ഡിസിഷൻ കനോട്ട് ബി ചലഞ്ച്ഡ് ഇൻ എനി കോർട്ട് ഓഫ് ലോ, ഒരു കോടതിയിലും ലോക് അദാലത്തിൻ്റെ ഡിസിഷൻ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇറ്റ് ഈസ് എ കൺസെൻറ്റൽ ഡിഗ്രി. എന്തുകൊണ്ടാ? കൺസെൻറ്റൽ ഡിഗ്രി ആയതുകൊണ്ട് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാനും അഞ്ജുഷ മോളും തമ്മിൽ സിവിൽ തർക്കമുണ്ട്, ലോക് അദാലത്തിലേക്ക് വിട്ടു. അഞ്ജുഷ മോൾ കുറച്ച് ഡിമാൻഡുകൾ പറഞ്ഞു, ഞാനും കുറച്ച് ഡിമാൻഡുകൾ പറഞ്ഞു. രണ്ട് ഡിമാൻഡുകളും പരസ്പരം സമ്മതിച്ചു, എഴുതി തയ്യാറാക്കി, വായിച്ച് കേൾപ്പിച്ചു. റെഡിയാണല്ലോ? റെഡി. നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു. ആ കൺസെൻറ്റ് നേരെ കോടതിയിലേക്ക് പോകും. അപ്പോൾ കോടതി അത് ഒരു ജഡ്ജിമെൻറ്റും ഡിഗ്രി ആയിട്ട് ഇങ്ങനെ തരും. പിന്നെ നമുക്ക് അപ്പീൽ പോകാൻ പറ്റത്തില്ല. മനസ്സിലായോ? അത് അപ്പീൽ ചെയ്യാമെന്ന് നിയമം കൊണ്ടുവന്നാൽ ഒരിക്കലും കേസ് തീരത്തില്ല. കേസ് ഇങ്ങനെ സുപ്രീം കോടതി വരെ കയറി ഇറങ്ങി നടക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ കക്ഷികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എന്തിൽ വന്നില്ലെങ്കിൽ, ലോക് അദാലത്തിൽ വന്നില്ലെങ്കിൽ, അതിനകത്ത് നമ്മുടെ കക്ഷിയോ നമ്മളോ ഒപ്പിടരുത്. മനസ്സിലായോ? യെസ്. അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് are included in the definition of sexual harassment under the new sexual harassment of women at workplace? Prevention, Prohibition and Redressal Bill എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സെക്ഷൽ ഹറാസ്മെൻറ്റ് വുമൺ അറ്റ് വർക്ക് പ്ലേസിനെ കുറിച്ച് ഒരു പുതിയ അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അതിൽ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. പിടികിട്ടിയോ? Which of the following are included in the definition of sexual harassment under the new sexual harassment of women at workplace? Prevention, Prohibition and Redressal Bill. ഏതാ മക്കളെ?
Demand or request for sexual favors, Hmm. physical contact and advances, making sexually colored remarks. യെസ്, അത് ഭയങ്കര ഒരു പരിപാടിയാണ് കേട്ടോ. ഡിമാൻഡ് ഓർ റിക്വസ്റ്റ് ഫോർ സെക്ഷൽ ഫേവേഴ്സ്. ഇപ്പോൾ ചില കൂട്ടുകാരന്മാരും കൂട്ടുകാരികളൊക്കെ കാണും. ഇപ്പോൾ അവരിങ്ങനെ കുറച്ച് അധികം അങ്ങ് കൂട്ടുകാരനും കൂട്ടുകാരിയും ഒക്കെ അയച്ചു കഴിയുമ്പോൾ ഈ കൂട്ടുകാരൻ ചിലപ്പോൾ ഇങ്ങനെ കയറി ഡിമാൻഡ് ചെയ്യുകയോ റിക്വസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. സെക്ഷൽ നീഡ്സ് അത് വേണമെങ്കിൽ കേസ് കൊടുക്കാം. 2, ഫിസിക്കൽ കോണ്ടാക്റ്റ് ആൻഡ് അഡ്വാൻസസ്. ബോഡിയിൽ ടച്ച് ചെയ്താൽ തന്നെ ഇറ്റ് ഈസ് സെക്ഷൽ ഹരാസ്മെൻറ്റ്. മേക്കിംഗ് സെക്ഷലി കളേർഡ് റിമാർക്ക്. സെക്ഷൽ ഇൻറ്റൻഷനോട് കൂടി റിമാർക്ക് എന്ന് പറഞ്ഞാൽ വർത്തമാനം പോലും വരും. ആംഗ്യം വരും, വർത്തമാനം വരും. സെക്ഷലി എന്തെങ്കിലും പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ പോലും അതിൽ വരും. മനസ്സിലായോ? പിന്നെ 15 സെക്കൻഡ് സെക്ഷൽ ഇൻറ്റൻഷനോട് കൂടി സ്ത്രീകളെ നോക്കിയാലും വരും. കേസ് എടുക്കൊന്നുമില്ലേ സാർ അങ്ങനെ നോക്കിയാൽ? അങ്ങനെയൊക്കെ ഉള്ളതിനും ഭയങ്കര കേസാണ് മക്കളെ. ഈ ഡിമാൻഡ് റിക്വസ്റ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടെന്നോ മേക്കിംഗ് സെക്ഷലി കളർ റിമാർക്ക് ഉണ്ടെന്നോ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് വേണമെന്നില്ല, അതിന് താഴെ ആയാലും മതി. 60 വയസ്സ് കഴിഞ്ഞാലും കുഴപ്പമില്ല, പ്രായമൊരു പ്രശ്നമല്ല. ഏതെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു പുരുഷനെതിരെ ഒരു കേസ് കൊടുത്താൽ ഉറപ്പായിട്ടും ആ കേസ് തീരുന്നവർ അവൻ്റെ ഊപ്പാട് വരും. ഇപ്പം വ്യാജമായ പരാതി കൊടുത്താലും വരും. അപ്പോൾ അതിൻ്റെ ഇത് ബർഡൻ ഓഫ് പ്രൂഫിങ് ഷിഫ്റ്റ് ചെയ്യും. ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? തെളിയിക്കാനുള്ള ബാധ്യത. യെസ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അയാൾ തെളിയിക്കണം. മനസ്സിലായോ? ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകളൊക്കെ മാന്യ സ്ത്രീകളായതുകൊണ്ട് വ്യാജമായ അങ്ങനെ പരാതികളൊന്നും ഉയർന്നു വരാറില്ല കേട്ടോ. ഈ ആത്മാഭിമാനം ഇത്തിരി കൂടുതലായതുകൊണ്ട്. അടുത്തത്, വാണ്ടറിങ് ഇൻ മെനി വേർഡ്സ് ഈസ് ഓട്ടോബയോഗ്രഫി. വാണ്ടറിങ് ഇൻ മെനി വേൾഡ്സ്, ലോകത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കൽ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാണ്. ഓട്ടോബയോഗ്രഫി എഴുതിയതാണ്. ആരെഴുതിയേ? ജസ്റ്റിസ് വി ആർ കൃഷ്ണ അയ്യർ. ജസ്റ്റിസ് വി ആർ കൃഷ്ണ അയ്യർ. അദ്ദേഹത്തിൻ്റെ നാടെവിടെയാ? ജസ്റ്റിസ് എവിടെയാ? കേരളം, എറണാകുളം. ജസ്റ്റിസ് വി ആർ കൃഷ്ണ അയ്യർ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം CPM-ൻ്റെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു, കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്നു, സുപ്രീം കോടതി ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്തു. ഓക്കെ ഓക്കെ എനി ഡൗട്ട്? ഇല്ല സാർ. വായിച്ചോ മക്കളെ. Law can be broadly divided into kinds. Procedural law deals with the procedures to be followed by the courts for obtaining justice, while substantive law, which create rights and duties. 101. A lok adalat is different from other courts because its decision cannot be challenged in any court of law. 102. Which of the following are included in the definition of sexual harassment under the new Sexual Harassment of Women at Workplace, Prevention, Prohibition and Redressal Bill? Demand or request for sexual favors, physical contact and advances, making sexually colored remarks. 103. Wandering in many words is the autobiography of Justice V.R. Krishna Iyer. Yes, Jushamole. 100. Law can be broadly divided into two kinds. Procedural law deals with the procedures to be followed by the courts for obtaining justice, while substantive law which create rights and duties. 101. A lok adalat is different from other courts
because its decision cannot be challenged in any court of law. 102. Which of the following are included in the definition of sexual harassment under the new Sexual Harassment of Women at the Workplace Prevention, Prohibition and Redressal Bill? Demand or request for sexual favors, physical contact and advances, making sexually colored remarks. 103. Wandering in Many Words is the autobiography of Justice V.R. Krishna Iyer. Ready? Next, 104. Who was the first judge of Supreme Court to be directly appointed from the bar? ക്വസ്റ്റ്യൻ്റെ അർത്ഥം മനസ്സിലായോ? സുപ്രീം കോർട്ടിലെ ആദ്യത്തെ ജഡ്ജും ബാർ എന്ന് പറഞ്ഞാൽ മറ്റേ സ്റ്റേറ്റ് ബാർ കൗൺസിലാണ്. അല്ല, ബാർ എന്ന് പറഞ്ഞാൽ ഹൂ വാസ് ദ ഫസ്റ്റ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. ആരായിരുന്നു ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ആദ്യത്തെ ജഡ്ജി? എങ്ങനെ? ഹൈക്കോടതി ജഡ്ജി ആകാതെ വക്കീലായി ഡയറക്റ്റ് സുപ്രീം കോടതി ജഡ്ജി ആയ ആൾ ആരാണ് എന്നാണ് ചോദ്യം. ഹൈക്കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജിയെയാണ് സുപ്രീം കോടതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ വരാതെ ഹൈക്കോടതിയിലെ ഒരു വക്കീൽ സുപ്രീം കോടതിയിലെ ഒരു വക്കീലിനെ ഡയറക്റ്റായിട്ട് സുപ്രീം കോടതി ജഡ്ജിയാക്കാനുള്ള നിയമമുണ്ട്. അങ്ങനെ ആ നിയമപ്രകാരം ജഡ്ജിയായത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? കുൽദീപ് സിംഗ്. ജസ്റ്റിസ് കുലദീപ് സിംഗ്. ജസ്റ്റിസ് കുൽദീപ് സിംഗ്. മനസ്സിലായോ? 10 വർഷത്തെ സുപ്രീം കോടതി പ്രാക്ടീസാണ് സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യത. ഓക്കെ. ഹൂ വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരായിരുന്നു? മക്കളെ? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അദ്ദേഹം ഒരു ചരിത്രമാണ്. നിങ്ങൾ ലോ കോളേജിലൊക്കെ വരുമ്പം പഠിക്കും കേട്ടോ. രംഗനാഥ മിശ്ര. രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തെ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ പിടിച്ചൊലച്ച റിപ്പോർട്ടാണ്. ഇപ്പം തക്കാലം ഒന്നും പഠിക്കണം. ഹൂ വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്തത് 106. ഹൗസ് ഓഫ് ലോർഡ്സ് വാസ് ദ ഹയസ്റ്റ് ജുഡീഷ്യൽ ട്രിബ്യൂണൽ ഓഫ് ഡാഷ്? പ്രഭു സഭ. ഹൗസ് ഓഫ് ലോർഡ്സ്, പ്രഭു സഭ was the highest judicial tribunal of dash. പ്രഭുസഭ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ജുഡീഷ്യൽ സംവിധാനമാണ്. ഏതാണ്? യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ അല്ലെങ്കിൽ UK. മനസ്സിലായോ? UK അല്ലെങ്കിൽ ബ്രിട്ടൻ. പ്രഭുസഭ. ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറയുന്ന പ്രഭുസഭയും ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുന്ന ലോവർ ഹൗസും ബ്രിട്ടനിലുണ്ട്. ഓക്കെ. ഹൗസ് ഓഫ് കോമൺസ്. അടുത്തത്, ദ റൈറ്റ് ഓഫ് എ പാർട്ടി ടു ഇനിഷ്യേറ്റ് ആൻ ആക്ഷൻ ആൻഡ് ഹി ഹേർഡ് ബിഫോർ എ കോർട്ട് ഓഫ് ലോ ഈസ് കോൾഡ് ഡാഷ്. എന്തോ പറഞ്ഞേ? എ റൈറ്റ് ഓഫ് എ പാർട്ടി, ഒരു വ്യക്തിയുടെ അവകാശം. ടു ഇനിഷ്യേറ്റ് ആൻ ആക്ഷൻ, ഒരു നിയമ നടപടി തുടങ്ങുന്നതിന് വേണ്ടിയുള്ളൊരു വ്യക്തിയുടെ അവകാശം. ആൻഡ് ബി ഹേർഡ് ബിഫോർ ദ കോർട്ട്, അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വക്കീൽ പറയുന്നത് കോടതിക്ക് കേൾക്കുന്നതിന് വേണ്ടി ഒരവകാശമുണ്ട്. ആർക്കുണ്ട്? വ്യക്തിക്കുണ്ട്. അത് നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ എന്തു പറയും? എന്ത് പറയാം മക്കളെ? റൈറ്റ് ഇൻ റം. 107 അല്ലേ? സാർ അതൊന്നും കൂടി പറയൂ.
107 എന്തോ മോളെന്തോ പറഞ്ഞേ? റൈറ്റ് ഇൻ റം അല്ലേ സാർ? ഒന്നുകൂടെ നോക്കിയേ ഓപ്ഷൻ. സി ആണ് സാർ. സി ആണ്. സി അല്ലേ? ആ. എന്തോ പറയും? ലോക്കസ് സ്റ്റാൻഡി. ലോക്കസ് സ്റ്റാൻഡി. അത് നല്ലപോലെ പഠിച്ചുകൊണ്ട് പോകണം. ലോക്കസ് സ്റ്റാൻഡി സാധാരണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ചോദ്യം ഒന്നുകൂടി പറയൂ സാർ. ആ, റൈറ്റ് ഓഫ് എ പാർട്ടി, ഒരു വ്യക്തിയുടെ അവകാശം. ഇപ്പോൾ നമ്മുടെ അഖിലമോള് കോടതി ഇപ്പോൾ ഒരു കേസ് കൊടുക്കുകയാണ്. റൈറ്റ് ഓഫ് എ പാർട്ടി ആർക്കെതിരെ കൊടുക്കുകയാണ്? എനിക്കെതിരെ കൊടുക്കുകയാണ്. ടു ഇനിഷ്യേറ്റ് എ ലീഗൽ ആക്ഷൻ. അവ കൊണ്ട് കേസ് കൊടുത്തു, കേസ് സ്വീകരിച്ചു. പക്ഷേ കേസ് ബെഞ്ചിൽ വരുന്നില്ല, വിളിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ കേസ് ബെഞ്ചിൽ വരുത്തി ഞാൻ പറയുന്ന കേൾക്കണം. ആര് കേൾക്കണം? അവിടുത്തെ ജുഡീഷ്യൽ ഓഫീസർ കേൾക്കണം. ആൻഡ് ബി ഹേർഡ് ബിഫോർ ദ കോർട്ട് ഓഫ് ലോ ഈസ് കോൾഡ് ഡാഷ്. ഒരു കോടതിക്ക് മുമ്പിൽ ഒരാൾക്ക് കേസ് കൊടുക്കാനുള്ള അവകാശത്തിനെ, അയാൾ പറയുന്ന കേൾക്കാൻ ഉള്ള അവകാശത്തിന്, ആർക്കുള്ള അവകാശത്തിന്? ആ വ്യക്തിക്കുള്ള അവകാശത്തിന്. കോടതി അവിടെ ഇരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറയുന്ന അവകാശത്തിന് എന്തു പറയും എന്നാണ് ചോദ്യം. എന്താണ്? എൻ്റെ പേര് ലോക്കസ് സ്റ്റാൻഡി. ഈ ലോക്കസ് സ്റ്റാൻഡി എന്ന് പറയുന്ന വാക്ക് ജുഡീഷ്യൽ ഓഫീസർ ആവാൻ ശ്രമിക്കുന്ന നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. എന്താണെന്നറിയാമോ? ഒരാൾ കേസ് പറയുന്നത് അയാൾക്ക് അധികാരവും അവകാശവും ഇല്ലാത്ത ഒരാളാണ് കേസിലെ കക്ഷിയാണെങ്കിൽ അയാളോട് തിരിച്ച് ജുഡീഷ്യൽ ഓഫീസർ ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് ഈസ് യുവർ ലോക്കസ് സ്റ്റാൻഡി? യു എക്സ്പ്ലെയിൻ യുവർ ലോക്കസ് സ്റ്റാൻഡി എന്ന് പറയും. നിങ്ങളുടെ ഈ കേസിൽ നിങ്ങൾ കക്ഷി ചേരാനുള്ള അവകാശം എന്താണ്? അതിനെക്കുറിച്ച് ആദ്യം വിശദീകരിക്കുക. വാദം പിന്നെ കേൾക്കാൻ തുടങ്ങും. അതിന് കേരള ഹൈക്കോടതിയിൽ ഞാൻ കേട്ടുകൊണ്ടിരുന്നൊരു ഉദാഹരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ വളരെ രസകരമായൊരു കേസാണ് കേട്ടോ. കേരള ഹൈക്കോടതിയിൽ പുതിയ ജഡ്ജിമാരെ എടുത്തപ്പോൾ ഈ കേരള ഹൈക്കോടതിയിലെ വക്കീലന്മാരെ പകുതി പേരെ വക്കീലന്മാരെയും പകുതി പേരെ ജില്ലാ ജഡ്ജിമാരെയാണ് പ്രൊമോട്ട് ചെയ്തത്. ഈ പകുതി വക്കീലന്മാരെ പ്രൊമോട്ട് ചെയ്തപ്പോൾ അതിൽ ന്യായമുണ്ട് എന്ന് ഭൂരിപക്ഷം വക്കീലന്മാർക്കും തോന്നിയില്ല. അങ്ങനെ തോന്നാത്ത വക്കീലന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു കേസ് ഹൈക്കോടതി ഫയൽ ചെയ്യും. ആർക്കെതിരെ? ഹൈക്കോടതിക്കെതിരെ കേസ് ഹൈക്കോടതി ഫയൽ ചെയ്യും. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അഡ്വക്കറ്റിനെയാണ് അവർ കൊണ്ടുവന്നത്. സുപ്രീം കോടതി അഡ്വക്കറ്റ് കേസിങ്ങനെ വാദിച്ചു. ഏതാണ്ട് 10-30 മിനിറ്റ് വാദിച്ചു. വാദമൊക്കെ കഴിഞ്ഞപ്പം തീർന്നോ എന്ന് ചോദിച്ചു. യെസ്, വാദമൊക്കെ കഴിഞ്ഞ് വക്കീലങ്ങിരുന്നു. ഇരുന്നപ്പോഴേക്കും അവിടുന്ന് ജഡ്ജി ചോദിച്ചു വാട്ട് ഈസ് യുവർ ലോക്കൽ സ്റ്റാൻഡ് ഇൻ ദിസ് കേസ്? ഹൈക്കോടതി വക്കീലന്മാരുടെ അപ്പോയിൻമെൻറ്റിനെ ചോദ്യം ചെയ്യാൻ ഈ കക്ഷികൾക്കുള്ള അധികാരം എന്താണ്? നിങ്ങളെ ഞാൻ കേൾക്കേണ്ട നിങ്ങൾക്കുള്ള അവകാശം എന്താണെന്ന് ചോദിച്ചു. വാട്ട് ഈസ് യുവർ ലോക്കൽ സ്റ്റാൻഡ് ഇൻ ദ കേസ്? ഈ ലോക്കൽ സ്റ്റാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വക്കീലിന് പറ്റിയില്ല. അതുകൊണ്ട് ആ കേസ് അപ്പോഴേ ഡിസ്മിസ് ചെയ്തത്. മനസ്സിലായോ ഞാൻ എന്താ പറഞ്ഞതെന്ന്? യെസ്, അടുത്തത്. അതിനകത്ത് വേറൊരു കാര്യമുണ്ടല്ലോ. അതിനകത്ത് വേറെ ലെക്സ് ലോസി എന്ന് പറഞ്ഞാൽ എന്താ? ലെക്സ് ലോസി, ലോ ഓഫ് ദ ലാൻഡ്. എഴുതി വെച്ചോ. ലെക്സ് ലോസി, ലോ ഓഫ് ദ ലാൻഡ്. എഴുതിയോ? റൈറ്റ് ഇൻ റം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? റൈറ്റ് അഗൈൻസ്റ്റ് ദ ഹോൾ വേൾഡ്. എക്സാമ്പിൾ പറഞ്ഞേ. മീൻ പിടിക്കാൻ പോകുന്നത്. യെസ്, കടലിൽ പോയി മീൻ പിടിക്കാൻ പോകുന്നത് ലോകത്താർക്കും നമുക്കെതിരെ തടയാൻ പറ്റത്തില്ല. അടുത്ത ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമപരമായ അവകാശം. യെസ്, മനസ്സിലായല്ലോ 4 അടുത്ത. The High Court in India were first started at dash.
ഇന്ത്യയിലെ ഹൈക്കോടതി ആദ്യമായി തുടങ്ങിയത് എവിടെയാണ്? ബോംബെ, മദ്രാസ് ആൻഡ് കൽക്കട്ട. ബോംബെയിലും മദ്രാസിലും കൽക്കട്ടയും അല്ലേ? അപ്പം നമ്മളെവിടെ വരുമായിരുന്നു? മദ്രാസാണോ സാർ? നമ്മൾ മദ്രാസിൽ വരും. കേരള ഹൈക്കോടതി ഉണ്ടാകുന്നതിന് മുമ്പേ ഹൈക്കോടതിയിൽ കേസ് പറയാൻ പോകുന്നത് മദ്രാസിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ 3 ജുഡീഷ്യൽ സോണുകളായിട്ടാണ് ബ്രിട്ടീഷുകാർ തരംതിരിച്ചത്. 1 ബോംബെ, 2 മദ്രാസ്, 3 കൽക്കട്ട. ദക്ഷിണ മേഖല, ഉത്തരമേഖല, കിഴക്കൻ മേഖല, അങ്ങനെയാണ് തരംതിരിച്ചത് കേട്ടോ. ഹൂ വാസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് എമർജൻസി പീരീഡ്? ഇന്ത്യയുടെ ചരിത്രത്തിന് തീരാക്കളങ്കമായ സംഭവമാണ് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ. പാടില്ലായിരുന്നു എന്നാണ് അഭിപ്രായം. ഇന്ദിരാ പ്രിയദർശിനിയെ എതിർക്കുന്നവർ ഏറ്റവും കൂടുതൽ ഇന്ദിരാ പ്രിയദർശിനിയെ വിമർശിക്കുന്നത് ആ ഭാഗത്താണ്. എവിടെയാണ്? അടിയന്തരാവസ്ഥയിലാണ്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? A.N. റോയ്. റോയ് എന്നാണ്. റേ ആണ് കേട്ടോ, റോയ് അല്ല. മനസ്സിലായോ? ജസ്റ്റിസ് A.N. റേ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ബീഹാറുകാരനാണെന്ന്. ഈ ഇത്തരം പേരുകളൊക്കെ ബീഹാറുകാർക്കാവുള്ളത്. എനി ഡൗട്ട്? അഖില മോളെ, എനി ഡൗട്ട്? ഇല്ല സർ. യെസ്, വായിച്ചോ കേൾക്കട്ടെ. 104. Who was the first judge of the Supreme Court to be directly appointed from the bar? Kuldeep Singh. 105. Who was the first chairman of National Human Rights Commission? Justice Ranganatha Mishra. 106. House of Lords was the highest judiciary tribunal of United Kingdom. 107. The right of a party to initiate an action and be heard before a court of law is called locus standi. 108. The High Court in India were first started at Bombay, Madras and Calcutta. 109. Who was the Chief Justice of India during the emergency period? Justice A.N. Ray. 104. Who was the first judge of the Supreme Court to be directly appointed from the bar? Kuldeep Singh. 105. Who was the first chairman of National Human Rights Commission? Justice Ranganatha Mishra. 106. House of Lords was the highest judicial tribunal of United Kingdom. 107. The right of a property to initiate an action and be heard before a court of law is called locus standi. 108. The High Court in India were first started at Bombay, Madras and Calcutta. 109. Who was the Chief Justice of India during the emergency period? Justice A.N. Ray. ഡൗട്ടൊന്നുമില്ലല്ലോ? ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് ഡാഷ്. എന്ത് മക്കളെ? ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റിനെ സാധാരണഗതിയിൽ എന്തെന്ന് വിളിക്കും? എങ്ങനെന്ന് വിളിക്കും? CBI. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അഭയ കേസ് 28 വർഷത്തിന് ശേഷം അഭയ കേസ് ശിക്ഷിക്കുന്നതിന് വേണ്ടി അന്വേഷണം നടത്തിയ ഏജൻസി CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ. NIA എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ അസോസിയേഷൻ. ഏജൻസി. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. RAW എന്തുവാ? എന്താ അഖില മോളെ? അറിയില്ല സർ. റിസർച്ച് ആൻഡ് അനാലിസിസിംഗ് വിങ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉയർന്ന
രഹസ്യ അന്വേഷണ ഏജൻസിയാണ്. RAW, റേ അല്ല റാ. റിസർച്ച് അനാലിസിംഗ് വിങ്. വിയോ വിങ് WING വിങ്. റിസർച്ച് അനാലിസിംഗ് വിങ്. റെഡി? യെസ്. 111. അതെ, 111. Union Territory of Andaman Nicobar Island is within the jurisdiction of the High Court of Dash. ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ് വരുന്നത്? ഏത് ഹൈക്കോടതി പരിധിയിലാണ് മക്കളെ? കൽക്കട്ട ഹൈക്കോടതി. അത് നമ്മൾ മുമ്പേ പഠിച്ചില്ലായിരുന്നു അല്ലേ? പഠിച്ചിട്ടുണ്ട്. യൂണിയൻ ടെറിട്ടറി. അടുത്തത്, ഹൂ വാസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വെൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം? ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താൽപ്പര്യ ഹർജി, പില്ല് നിലവിൽ വന്ന സമയത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ആരായിരുന്നു? ജസ്റ്റിസ് PN ഭഗവതി. അദ്ദേഹത്തിനെയാണ് പില്ലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഹൂ വാസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? ആരായിരുന്നു ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എപ്പോൾ? വെൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താൽപ്പര്യ ഹർജി, വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനത്തിൽ പൊതു താൽപ്പര്യ ഹർജി കൊണ്ടുവരുന്ന സമയത്ത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഭഗവതി. അദ്ദേഹത്തിന് വേറൊരു പേരിൽ അറിയപ്പെടും, ദ ഫാദർ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. എന്താണ്? ഫാദർ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അങ്ങനെ ചോദിച്ചാലും PN ഭഗവതി എന്നാണ് എഴുതേണ്ടത്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ചീഫ് ജസ്റ്റിന് മാത്രമേ കേൾക്കാൻ പറ്റൂ കേട്ടോ. വേറെ ഒരു ജഡ്ജിയുടെ കയ്യിലേക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഡയറക്റ്റ് ചെയ്യണം പൊതു താൽപ്പര്യ ഹർജി. അതുകൊണ്ടാണ് ജസ്റ്റിസ് PN ഭഗവതിയെ എന്തെന്ന് വിളിക്കുന്നത്? ഫാദർ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഓക്കെ, ആയിക്കോട്ടെ. അടുത്തത്, വലോറം മീൻസ്, അഡ്വലോറം മീൻസ്, അല്ല കേട്ടോ, അഡ്വലോറം മീൻസ് ഡാഷ്. അതൊക്കെ മാക്സിമാണ്. അഡ്വലോറം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? വാല്യൂ ആഡഡ്. അറ്റ് വലോറം, വാല്യൂ ആഡഡ്. അടുത്തത് 114. ദ ഫസ്റ്റ് ഹൈക്കോർട്ട് ടു എസ്റ്റാബ്ലിഷ് എ ഗ്രീൻ ബെഞ്ച് ഇൻ ഇന്ത്യ. നമ്മൾ മുമ്പേ പഠിച്ചല്ലേ? ഫസ്റ്റ് ഹൈക്കോർട്ട് ടു എസ്റ്റാബ്ലിഷ് എ ഗ്രീൻ ബെഞ്ച് ഇൻ ഇന്ത്യ ഏതാ? കൽക്കട്ട ഹൈക്കോർട്ട്. ഇവിടെ എന്തുവാ കിടക്കുന്ന ഓപ്ഷൻ? 114. 114 കൽക്കട്ട ഹൈക്കോർട്ട്. അത് നമ്മൾ മുമ്പേ പഠിച്ചതാ. ഓക്കെ, അടുത്ത്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് and judiciary has been provided in India in which part of the Constitution of India? ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റും നിയമനിർമ്മാണ സഭകളും. എക്സിക്യൂട്ടീവ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ.
ജുഡീഷ്യറി, സുപ്രീം കോടതി മുതൽ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് വരെയുള്ള സംവിധാനം. ഇതിനെ വേർതിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് എന്നാണ് ചോദ്യം. ഏത് ഭാഗത്താണ് മക്കളെ? Directive Principles of State Policy. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. എവിടെ മൂലം എവിടം വരെയാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ? 36 to 51. 36 to 51. പാർട്ട് 4. പാർട്ട് 4. ഓക്കെ. കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊരു ഏകദേശ ധാരണ വേണം കേട്ടോ. ഏതാ പരീക്ഷയ്ക്ക് വരുന്നത് നമുക്കറിയത്തില്ല, എങ്കിലും എന്തു വന്നാലും ഞാൻ എഴുതും എന്നൊരു ധാരണ മനസ്സിൽ വേണം. ഓക്കെ. യെസ്, ഡൗട്ടില്ലെങ്കിൽ വായിക്കാം. 110. Delhi Police Establishment is popularly known as CBI. 111. Union Territory of Andaman Nicobar Island is within the jurisdiction of which High Court in India? Calcutta High Court. 112. Who was the Chief Justice of India when public interest litigation was introduced in the Indian judicial system? Justice P.N. Bhagavati. 113. Ad valorem means value added. 114. First High Court established a green bench in India, Calcutta High Court. 115. Separation of power between the legislature, executive and judiciary has been provided in which part of the Indian Constitution? The Directive Principle of State Policy. യെസ്, അഞ്ജുഷ മോളെ. 110. Delhi Police Establishment is popularly known as CBI. 111. Union Territory of Andaman Nicobar Islands is within the jurisdiction of which High Court in India? Calcutta High Court. 112. Who was the Chief Justice of India when public interest litigation was introduced in the Indian judicial system? Justice P.N. Bhagavati, father of public interest litigation. യെസ്. Valorem means value added. 114. First High Court to establish a green bench in India, Calcutta High Court. 115. Separation of power between the legislature, executive and judiciary has been provided in which part of the Indian Constitution? Directive Principles of State Policy. യെസ്. അടുത്തത്. എ പേഴ്സൺ who makes a statement under the oath is called a dash. എന്താണ്? ഡെപ്പോണന്റ്. എന്തോന്നാ? Deponent. ഡെപ്പോണന്റ്. നമ്മൾ കേസ് എഴുതുമ്പോൾ ഏത് കേസ് എഴുതിയാലും നമ്മളൊരു അഫിഡവിറ്റ് തയ്യാറാക്കും. ഐ ബാലപ്രസന്നൻ ബി, വക്കീലല്ല തയ്യാറാക്കുന്ന കേട്ടോ, കക്ഷി. ഏജ് 47 years, son of Balachandran B, residing at second floor, Ambadi, SRM Road, near Justice K.K. Matthew Road, Pachalam BO, Ernakulam North. I am the plaintiff in the above case. I know the facts of the case. I am competent to swear this affidavit, and I supplied the original copies to my advocate, and the facts and circumstances is explained to me. The whole things narrated in the case is true with the true in my knowledge, information and belief. It is, seems to be true. Okay, I am entitled to pray, entitled to the prayer I prayed in this WPC, OS and OS. Otherwise, I will be put irreparable injury, hardship. Kindly allow my OS and OS, appealing appeal, WPC in the interest of justice. എന്നെഴുതിയുടെ ഡെപ്പോണന്റ്. ഓക്കെ, ഒരു അഫിഡവിറ്റ് ഇല്ലാതെ ഒരു കേസും ഫയൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സാധനം ഡെപ്പോണന്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? എ പേഴ്സൺ ഹു മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ദ ഓത്ത് ഈസ് കോൾഡ്
ഡപ്പോണന്റ്. സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുന്നയാളെയാണ് എന്ത് പറയുന്നത്? ഡപ്പോണന്റ് എന്ന് പറയുന്നത്. എന്ത് പറയും? Deponent. ഡപ്പോണന്റ്. മറന്നു പോകരുത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡപ്പോണന്റ്. എ പേഴ്സൺ ഹൂ attest copies of the original document to render them authentic is called dash. എന്താണ്? നോട്ടറി പബ്ലിക്. എന്താണ്? Notary public. ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? എ പേഴ്സൺ, ഒരു വ്യക്തി, ഹു അറ്റസ്റ്റ് കോപ്പിയിൽ അറ്റസ്റ്റ് ചെയ്യുന്നു ഓഫ് ദ ഒറിജിനൽ ഡോക്യുമെന്റ്. ഒറിജിനൽ ഡോക്യുമെൻ്റ് കോപ്പിയിൽ അറ്റസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ? ടു റെൻഡർ ദം ഒതൻറ്റിക് ഈസ് കോൾഡ്. അങ്ങനെ നോട്ടറി പബ്ലിക് ഒപ്പിട്ടാൽ ഞാൻ ഒറിജിനൽ കണ്ടു, ഇതെൻ്റെ കോപ്പിയാണ്, ഇത് ഒറിജിനലിൻ്റെ ട്രൂ കോപ്പിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒപ്പിടുന്ന ആളുടെ പേരാണ് നോട്ടറി പബ്ലിക്. എന്താണ്? Notary public. നോട്ടറി പബ്ലിക്. അടുത്തത്, എ ലീഗൽ ഇൻസ്ട്രുമെന്റ് ബൈ വിച്ച് വൺ പേഴ്സൺ എംപവേഴ്സ് അനദർ ടു റെപ്രസെന്റ് ഹിം. അഞ്ജുഷയ്ക്ക് വേണ്ടി മറ്റൊരാൾ കോടതിയിൽ കേസ് നടത്താൻ പോയാൽ, വക്കീലല്ലാതെ മറ്റൊരാൾ പോയാൽ അയാൾക്ക് കൊടുക്കുന്ന അതോറിറ്റി എന്താണ്? Power of attorney. അറ്റോർണി. എ ലീഗൽ ഇൻസ്ട്രുമെന്റ്, നിയമപരമായ ഒരു പത്രം. ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ പേപ്പർ. ബൈ വിച്ച് വൺ പേഴ്സൺ എംപവേഴ്സ് അനദർ, ഒരു വ്യക്തി മറ്റൊരാളെ ചുമതലയേൽപ്പിക്കുന്നു. ടു റെപ്രസെന്റ് ഹിം, അയാളെ കോടതിയിൽ പ്രതിനിധീകരിക്കാൻ ഏൽപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് പവർ ഓഫ് അറ്റോർണി. അല്ലാതെ ഒരാളെ ഏൽപ്പിക്കും, അത് വക്കാലത്ത് കൊടുത്ത് ഏൽപ്പിക്കും, അതാണ് പ്ലീഡർ, അഡ്വക്കേറ്റ്. മനസ്സിലായോ? പവർ ഓഫ് അറ്റോർണി. അപ്പോൾ അമ്മ നടത്തുന്ന കേസിൽ മകൾ ഹാജരായാൽ, അല്ലെങ്കിൽ മകൻ ഹാജരായാൽ, അല്ലെങ്കിൽ അയാളുടെ ഹസ്ബൻഡ് ഹാജരായാൽ, ന്യായമായും എതിർഭാഗത്തിന് ചോദിക്കാം പവർ ഓഫ് അറ്റോർണി ഹാജരാക്കിയിട്ടുണ്ടോ എന്ന്. മനസ്സിലായോ? അല്ലെങ്കിൽ അയലത്തുകാരൻ ഹാജരാകും, അല്ലെങ്കിൽ ബന്ധു ഹാജരാകുന്നു കേസ് പറയാൻ, പവർ ഓഫ് അറ്റോർണി ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഓക്കെ. അടുത്തത്, വേർ എ കോർട്ട് ഒമിറ്റ് ടു കൺസിഡർ എ ബൈൻഡിങ് പ്രസിഡന്റ്. നിലനിൽക്കുന്ന സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു നീതിശാസ്ത്രത്തിനെ പരിഗണിക്കാതൊരു കോടതി പോയാൽ, വേർ ദ കോർട്ട് ഒമിറ്റ് എന്ന് പറഞ്ഞാൽ പരിഗണിക്കാത്തത്, ടു കൺസിഡർ അല്ലെങ്കിൽ ഒഴിവാക്കുന്നത്, കൺസിഡർ എ ബൈൻഡിങ് പ്രസിഡന്റ്, നിലനിൽക്കുന്ന ഒരു സുപ്രീം കോടതി ജഡ്ജിമെൻറ്റ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമെൻറ്റ് ഒഴിവാക്കിയാൽ എന്തു ചെയ്യും? ഓഫ് ദ സെയിം കോർട്ട് ഓർ ദ സുപ്പീരിയർ കോർട്ട് rendered on the same issue, or whether the court omit to consider any statute while deciding a issue. എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? വേർ, എപ്പോഴാണോ അല്ലെങ്കിൽ എവിടെയാണോ, എ കോർട്ട്, ഒരു കോടതി, ഒമിറ്റ് ടു കൺസിഡർ എ ബൈൻഡിങ് പ്രസിഡന്റ്, ഒരു നിലനിൽക്കുന്ന ഒരു നീതിശാസ്ത്രം, ബൈൻഡിങ് പ്രസിഡന്റ് നീതിശാസ്ത്രം ഒമിറ്റ് ചെയ്താൽ, ഒഴിവാക്കിയാൽ, ഓഫ് ദ സെയിം കോർട്ട്, എന്താണ്? ആ കോടതിയുടെ നീതിശാസ്ത്രം പരിഗണിക്കുന്നില്ല. ഓർ സുപ്പീരിയർ കോർട്ട്, ഉയർന്ന കോടതിയുടെ നീതിശാസ്ത്രം പരിഗണിക്കുന്നില്ല. റെൻഡേഡ് ഓൺ ദ സെയിം ഇഷ്യൂ, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ ഇഷ്യൂ ഇപ്പോൾ പറയുന്നു. ഓർ വെദർ ദ കോർട്ട് ഒമിറ്റ് ടു കൺസിഡർ ദ സ്റ്റാറ്റ്യൂട്ട്, അല്ലെങ്കിൽ നിയമത്തിൽ പറഞ്ഞ സെക്ഷൻ കോടതി പരിഗണിക്കുന്നില്ല. വൈൽ ഡിസൈഡിങ് ആൻ ഇഷ്യൂ, ഒരു ഇഷ്യൂ ഡിസൈഡ് ചെയ്യുമ്പോൾ നിയമപുസ്തകത്തിലെ നീതിശാസ്ത്രം നോക്കുന്നില്ല, പ്രസിഡൻ്റിൻ്റെ നീതിശാസ്ത്രം നോക്കുന്നില്ല, സുപ്പീരിയർ കോടതിയുടെ നീതിശാസ്ത്രം നോക്കുന്നില്ല, അതേ കോടതിയുടെ നീതിശാസ്ത്രം നോക്കുന്നില്ല എങ്കിൽ അതിനെ എന്തു പറയും? പെർ ഇൻക്യൂറിയം എന്ന് പറയും. എന്താണ്? പെർ ഇൻക്യൂറിയം എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ നിലനിൽക്കുന്ന നീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല വിധി പറയുന്നെങ്കിൽ അതിനെ പെർ ഇൻക്യൂറിയം എന്ന് പറയും. എന്താണ്? Per injuriam. ക്വസ്റ്റ്യൻ മനസ്സിലായോ?
ആൻസർ മനസ്സിലായോ? Ah, അത് ആൻസർ ഒരു വഴിയും ക്വസ്റ്റ്യൻ ഒരു കൊട്ടയും കേട്ടോ. പറയും. അടുത്ത്, ഇൻ ക്രിമിനൽ ട്രയൽസ് ആൻ അക്യൂസ്ഡ് ഈസ് ഡാഷ്. ക്രിമിനൽ കേസുകളിൽ കുറ്റാരോപിതനെ ഡാഷ്, താഴെ പറയുന്നതിൽ ഡാഷ് എന്ന് പറയും. എന്താണ് മക്കളെ? deemed to be innocent until the contrary is proved. യെസ്, അത് അയാളെ നമ്മൾ ഒരുമിച്ച് ഒറ്റ വാക്യം പറയും. ഡീംഡ് ടു ബി ഇന്നസെൻറ്റ് അണ്ടിൽ ദ കോൺട്രറി ഈസ് പ്രൂവ്ഡ്. അതിനെ ഒറ്റ വാക്യം പറയുന്നത് എന്താണ്? Accused. അക്യൂസ്ഡ്, കുറ്റ ആരോപിതൻ. എന്താണ്? കുറ്റാരോപിതൻ. കുറ്റാരോപിതൻ, അക്യൂസ്ഡ്. അടുത്ത് 117. ദ ലോങ്സ്റ്റ് ഹേർഡ് ക്രിമിനൽ അപ്പീൽ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സുപ്രീം കോർട്ട്. ഇന്ത്യയുടെ സുപ്രീം കോടതി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം വാദം നടന്ന ക്രിമിനൽ അപ്പീൽ ഏത് അപ്പീലാണെന്നാണ് ചോദ്യം. ഏതാണ്? രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ്. യെസ്, രാജീവ് ഗാന്ധി കൊലപാതക കേസ്, അസാസിനേഷൻ. രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസാണ് ഇന്ത്യയുടെ ജുഡീഷ്യൽ ഹിസ്റ്ററിയുടെ ചരിത്രത്തിൽ സുപ്രീം കോടതിയിൽ ഏറ്റവും കൂടുതൽ ദിവസം വാദം കേട്ട കേസ്. അതിൻ്റെ കാര്യം എന്താ? എല്ലാവർക്കും വധശിക്ഷയായിരുന്നു കേട്ടോ. ഓരോരുത്തരെയും വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കണ്ടേ. മാത്രമല്ല, തൂക്കിക്കൊല്ലാൻ സമയത്ത് അതിനകത്ത് തനു പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ തനുവിനെ കൊല്ലാൻ പാടില്ല എന്നും കേസുണ്ടായിരുന്നു. കാരണം തനുവിനെ കൊന്നാൽ തനുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയും കൂടെ മരിച്ചു. അതിനും പ്രത്യേകം വാദം നടന്നു. ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഹൂ റിസൈൻഡ് ആൻഡ് കണ്ടസ്റ്റഡ് ഇൻ ദ പ്രസിഡൻഷ്യൽ എലക്ഷൻ ആൻഡ് ലോസ്റ്റ് ആരായിരുന്നു? ജസ്റ്റിസ് സുബ്ബറാവു. ജസ്റ്റിസ് സുബ്ബറാവു. നമ്മൾ പഠിച്ചില്ലേ? ഇല്ല. പഠിച്ചില്ലേ? The Chief Justice of India who resigned and contested in the presidential elections and lost, Justice Subbarao. Yes. Any doubt? ഇല്ല സാർ. മക്കൾ വായിച്ചേ കേൾക്കട്ടെ. A person who makes a statement under oath is called a deponent. A person who attests a copy of original documents to render the authentic is called notary public. A legal instrument by which one person empowers another to represent him, power of attorney. Where a court omits to consider a binding precedent of the same court or the superior court rendered on the same issue, or where a court omits to consider any statute while deciding that issue per inquirium. 116. In criminal trials, an accused is deemed to be innocent until the contrary is proved. 117. The longest heard criminal appeal to the history of Indian Supreme Court, Rajiv Gandhi assassination case. 118. The Chief Justice of India who resigned and contested in the presidential election and lost, Justice Subbarao. A person who makes a statement under oath is called a deponent. A person who attests copies of original documents to render them authentic is called a notary public. A legal instrument by which one person empowers another to represent him is power of attorney. Where a court omits to consider a binding precedent of the same court or the superior court rendered on the same issue, or where a court omits to consider any statute while deciding that issue per inquirium. And 16. In criminal trials, an accused is deemed to be innocent until the contrary is proved. 117. The longest heard criminal appeal in the history of the Indian Supreme Court, Rajiv Gandhi assassination.
reflected and lost Justice Subba Rao. Yes. The permanent seat of the Supreme Court is at Dash. എവിടാ മക്കളെ സുപ്രീം കോടതിയുടെ പെർമനന്റ് ആസ്ഥാനം? Delhi. ഡൽഹി. That is called Old Delhi. 120. സുപ്രീം കോടതി ആദ്യം എവിടെ ആയിരുന്നു? Adra. സുപ്രീം കോടതിയോ? അല്ല. കൽക്കട്ട. കൽക്കട്ടയിൽ നിന്നാണ് സുപ്രീം കോടതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ദ ഫസ്റ്റ് ഹിന്ദു ചീഫ് ജസ്റ്റിസ് ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ആദ്യത്തെ ഹിന്ദു ചീഫ് ജസ്റ്റിസ് ആരാണ്? റാണ ഭഗവൻ ദാസ്. റാണ ഭഗവൻ ദാസ്. ഓക്കെ, അടുത്ത്. ദ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് ഈസ് ഓഫ് ദ ഇയർ ഡാഷ്. ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് ഏത് വർഷമാണ് നിലവിൽ വന്നത്? ഏത് വർഷമാണ്? 1987. 1987. അത്രയും വരെ, അതുവരെ ലീഗൽ സർവീസ് ഇല്ല, നിയമസഹായമില്ലായിരുന്നു. 1987. അടുത്തത്. ഹൂ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ചാൻസലർ ഓഫ് നസ്ലർ യൂണിവേഴ്സിറ്റി ഓഫ് ലോ ലൊക്കേറ്റഡ് ഇൻ ഹൈദരാബാദ്? ഹൈദരാബാദിലെ നസ്ലർ യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ ആയിരുന്നത് ആരായിരുന്നു എന്നാണ് ചോദ്യം. ആരായിരുന്നു? ചീഫ് ജസ്റ്റിസ് ഓഫ് AP ഹൈക്കോർട്ട്. ചീഫ് ജസ്റ്റിസ് ഓഫ് AP. AP എന്ന് പറഞ്ഞാൽ എന്താ? അസിസ്റ്റന്റ് പബ്ലിക്. AP എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. APP എന്നാണ്. AP എന്താ? പെട്ടെന്ന് പറ. AP എന്ന് പറഞ്ഞാൽ ആരാ? മോളെ, ആന്ധ്രാപ്രദേശ്. Who of the following is the chancellor of Naslar University of Law located in Hyderabad? ആരാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ട്? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആരാ? ആരാ മോളെ? അറിയില്ല സർ. കേരള ഗവർണർ ആയിരിക്കും എപ്പോഴും. എഴുതി വെച്ചോണം, ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ വരും. ഹു ഈസ് ദ ചാൻസലർ ഓഫ് എന്ന് എഴുതിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ പേര് എഴുതി തരും, നമ്മൾ പെടും. കേരളത്തിലെ ഏതെല്ലാം യൂണിവേഴ്സിറ്റിയോടും അതിൻ്റെ മൊത്തം ചാൻസലർ കേരള ഗവർണർ ആയിരിക്കും. ഓക്കെ, കേരള ഗവർണർ ആയിരിക്കും. യെസ്, എന്താ മക്കളെ? ഞാനൊരു മെസ്സേജ് വന്ന് നോക്കിയിരുന്നേടോ. എന്നാ കേസിൻ്റെ ഒരു മെസ്സേജ് അയച്ചതേ. രാവിലെ 10:15 കയറണ്ടേ. അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് entrusted with the statutory duty of laying down the standards of professional conduct and
എറ്റിക്വിറ്റി ഫോർ അഡ്വക്കേറ്റ്സ് ഇൻ ഇന്ത്യ. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻട്രസ്റ്റഡ് ഇൻ ദ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി? താഴെ പറയുന്നതിൽ ഏതാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി എൻട്രസ്റ്റ് ചെയ്യുന്നത്? ആർക്ക്? ഓഫ് ലേയിങ് ഡൗൺ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രൊഫഷണൽ കോണ്ടാക്ട്. പ്രൊഫഷണൽ കോണ്ടാക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ്സിൽ എന്തൊക്കെയാണ് പെടുന്നത്? ആൻഡ് എറ്റിക്വിറ്റീസ് ഓഫ് അഡ്വക്കറ്റ്സ് ഇൻ ഇന്ത്യ. അഡ്വക്കറ്റ്സിൻ്റെ എത്തിക്സ് പറയുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. എവിടെയാണ്? ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. യെസ്, 123 അല്ലേ? ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് ബാർ ബെഞ്ച് റിലേഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. LLB ജയിച്ചതിന് ശേഷം പഠിച്ചാൽ മതി. എങ്കിലും വക്കീലന്മാരുടെ ഒരു കുച്ചു വിലങ്ങാണത്, പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് ബാർ ബെഞ്ച് റിലേഷൻ. എന്തോന്നാ സാധനം? എന്തോ സാധനം? പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് ബാർ ബെഞ്ച് റിലേഷൻ. മനസ്സിലായോ? വക്കീലന്മാരുടെ എത്തിക്സ് എന്താണ്, ബാറും ബെഞ്ചും തമ്മിലുള്ള, വക്കീലന്മാരും ജഡ്ജിമാരും തമ്മിൽ എങ്ങനെയായിരിക്കണം അതിൻ്റെ റിലേഷൻ, അതിനെയാണ് പറയുന്നത് പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് ബാർ ബെഞ്ച് റിലേഷൻ. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. 124. The comment no vakil, no dalil, no appeal was made relation to dash. നോ വക്കീൽ, വക്കീൽ വേണ്ട, കേസ് വേണ്ട, അപ്പീല് വേണ്ട എന്നതിനെ കുറിച്ച് പറഞ്ഞ എന്താണ്? എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു റൗലറ്റ് ആക്ട്. വക്കീല് വേണ്ട, കോടതി വേണ്ട, അപ്പീല് വേണ്ട, കേസ് വേണ്ട എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യം ഉണ്ടായിരുന്നു കേട്ടോ. റൗലറ്റ് ആക്ട് അതിൻ്റെ എന്തിൻ്റെ ഭാഗമാണ്? ഇതൊക്കെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്, നിയമ ലംഘന പ്രസ്ഥാനം കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് നിയമം കൊണ്ടാണ് ജനങ്ങളെ നിയന്ത്രിക്കേണ്ടത്, അടിച്ചൊതുക്കലല്ല എന്ന് ആർക്ക് മനസ്സിലായത്? ഇന്ത്യൻ ഭരണാധികാരികൾക്ക് മനസ്സിലായത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? യെസ്. എനി ഡൗട്ട്? ഇവിടെ 119, 20, 21, 22, 23, 24 123 അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻട്രസ്റ്റഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി? ഏതാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി എൻട്രസ്റ്റ് ചെയ്യുന്നത്? എൻട്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്, ട്രസ്റ്റ് ചെയ്യുന്നത്. എൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ട്രസ്റ്റ്, എൻട്രസ്റ്റ് ചെയ്യുന്നത്. ഓഫ് ലേയിങ് ഡൗൺ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രൊഫഷണൽ കോണ്ടാക്ട്. പ്രൊഫഷണൽ കോണ്ടാക്ട് കൊടുക്കുന്ന ആരാണ്? ഇതിനെ എറ്റിക്വിറ്റീസ് ഓഫ് അഡ്വക്കറ്റ്സ് ഇൻ ഇന്ത്യ. അഡ്വക്കറ്റ്സിൻ്റെ എത്തിക്സ്, അഡ്വക്കറ്റിൻ്റെ പ്രൊഫഷണൽ കോണ്ടാക്ട്, അഡ്വക്കറ്റിൻ്റെ ഡ്യൂട്ടി, ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്ന ഏജൻസി ആരാണ്? ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. വക്കീലന്മാർക്കെതിരെ പരാതി കൊടുക്കുന്ന ഏക സ്ഥലമാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും, ക്രിമിനൽ കേസ് നടത്തിയാൽ, ക്രിമിനൽ ഒഫൻസിൽ പെട്ടാൽ, സിവിൽ ഒഫൻസിൽ പെട്ടാൽ CPCയിലും എന്ന് പറഞ്ഞാൽ സിവിൽ കോടതിയിലും കേസ് കൊടുക്കും. പക്ഷേ നമ്മുടെ പ്രൊഫഷണലി നമ്മൾ മിസ്കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ കേസ് കൊടുക്കുന്ന സ്ഥലമാണ് ഏതാ? ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. അതാണ് ഞാൻ പറഞ്ഞത്, വക്കീലന്മാരുടെ ഒരു വിലങ്ങാണ് ഏത്? ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും അവിടെ നിന്ന് കിട്ടാറില്ല, പണി മാത്രമേ കിട്ടാറുള്ളൂ. ഓക്കെ, എനി ഡൗട്ട്? ഇല്ല സാർ. യെസ്. വായിക്കൂ.
Bhagavan Das. Yes. 121. The Legal Service Authorities Act is of the year 1987. 122. Who of the following is the Chancellor of the Nalsar University of Law located in Hyderabad? Chief Justice of Andhra Pradesh High Court. 123. Which of the following is entrusted with the statutory duty of laying down the standards of professional conduct and etiquette for advocates in India? Bar Council of India. 124. The command no vakil, no dalil, no appeal was made in relation to the Rowlatt Act. Yes, 190. മോളെ. The Permanent seat of Supreme Court is at Delhi. 120. The first Hindu Chief Justice of Pakistan, Rana Bhagwan Das. 121. The Legal Service Authorities Act is of 1987. 122. Who of the following is the Chancellor of the Nalsar University of Law located in Hyderabad? Chief Justice of Andhra Pradesh High Court. 123. Which of the following is entrusted with the statutory duty of laying down the standards of professional conduct and equity for advocates in India? Bar Council of India. 124. The comment no vakil, no dalil, no appeal was made in relation to the Rowlatt Act. Yes.